ആക്ച്വലി ഇതൊരു മാഫിയ തീം സ്റ്റോറിയാ. അപ്പോ ആ ഒരു സെൻസിൽ മാത്രം കാണാൻ ശ്രമിക്കാം. ഒരു മാഫിയ തീം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കാം. ഇത് തികച്ചൊരു സ്റ്റോറി മാത്രമാണ്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കാരണം ഞാനൊന്ന് ചെയ്യാന്ന് വിചാരിച്ച സ്റ്റോറി. ഇതിന് ഒരുപാട് പാർട്സ് ഉണ്ടായിരുന്നു മുന്നേ. അതിനെയൊക്കെ സംബന്ധിപ്പിച്ചല്ലാതെ ഒരു വ്യത്യസ്തമായിട്ട് കാര്യം വേറൊന്നും കൊണ്ടല്ല, ആ സ്റ്റോറി ഇട്ടിട്ട് 1-2 വർഷം കഴിഞ്ഞു. അപ്പോ ആ ഒരു ബേസിൽ തന്നെ എനിക്ക് കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. നെയിമും ക്യാരക്ടേഴ്സ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാ. പിന്നെ സ്റ്റോറി തീം ഒന്നും മാറിയിട്ടേ ഉള്ളൂ. അധികം ഞാനൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സ്റ്റോറിയിലോട്ട് പോവാം. ഇതെല്ലാം കഴുകി തീരുമ്പോൾ എന്റെ നടുവിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ഇതൊക്കെ എപ്പോ കഴുകി തീരാനാണോ എന്തോ. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. ഇനി ഞാനെങ്ങനെ വീട്ടിൽ പോകുമെന്തോ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാരും ഇപ്പൊ വീടെത്തി കാണും. ഇനി എന്റെ സാലറി എപ്പോ കിട്ടുമെന്തോ. ഇനി വീടിന്റെ റെന്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കടത്തിന്നല്ല. ഞാൻ ഇതൊക്കെ ആരോടാ പറയാ? ഇവിടെ ഉള്ള എല്ലാവർക്കും സാലറി കിട്ടി, പക്ഷെ എനിക്ക് മാത്രം സാലറി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങേരോട് പോയി സാലറി ചോദിക്കാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല, പക്ഷെ അങ്ങേരെ കാണുമ്പോ എന്റെ മുട്ടങ്ങ് വിറയ്ക്കും, ഇറങ്ങിയോടാനൊക്കെ തോന്നും. അതുകൊണ്ട് മാത്രം ഇതുവരെ ഞാൻ കാത്തുനിന്ന്. ഇനി അങ്ങനെ വിട്ടാ പറ്റൂല. ഇങ്ങേർക്കെന്താ എനിക്ക് സാലറി തരുന്ന കാര്യം മാത്രം മറന്നു പോകും. ഇത് കഴുകിട്ട് തീരുന്നില്ലല്ലോ. ആരാത്? വീട്ടിൽ പോയില്ല. ഡ്യൂട്ടി സമയം തീർന്നല്ലോ. സമയം ഒരുപാടാണല്ലോ. പോകാൻ നോക്കൂ. ബോസ് ആയിരുന്നോ? അത് എന്റെ ക്ലീനിങ് ഡ്യൂട്ടി ഇതുവരെ കഴിഞ്ഞില്ല. ഇതൊന്ന് തീർത്തിട്ട് പോകാന്നാ വെച്ചേ. ഇപ്പൊ കഴിയും, എന്നിട്ട് പൊക്കോളാം. അല്ല, എന്തൊക്കെയാന്ന് കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ബോസ്, എനിക്ക് ഒറ്റയ്ക്ക് നിന്നിങ്ങനെ സംസാരിക്കുന്ന ഒരു ശീലമുണ്ടേ. അങ്ങനെ അല്ലാണ്ട് ഞാൻ ബോസിനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ സാലറി എനിക്കിതുവരെ കിട്ടിയില്ല. അത് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. അതിന് എല്ലാവർക്കുള്ള സാലറി 5 ദിവസത്തിന് മുന്നേ കൊടുത്തല്ലോ. എന്നിട്ടോ നിനക്ക് കിട്ടിയില്ലേ? വന്ന് സാലറി പോലും മേടിക്കാൻ നിനക്കത് ഇത്രയ്ക്ക് അറിയില്ല. ഇനിയെങ്കിലും കൃത്യമായിട്ട് വാങ്ങിച്ചോണം. ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. ഇവിടെ നിന്ന് താമസിക്കേണ്ട വീട്ടിൽ പോകാൻ നോക്കാം. ഇപ്പൊ തന്നെ ഒരുപാട് നേരമായി. ഇങ്ങനെന്താ വലിയ ആദർശനാണോ? മനുഷ്യന്റെ ബാക്കി ഒന്ന് പേടിപ്പിക്കാം. അല്ല, ബോസാണ് അത്ര ബോസ്. മേഡ്സിനൊക്കെ കൃത്യമായിട്ട് സാലറി കൊടുക്കാൻ അറിയാത്ത ബോസ്. എന്നിട്ട് ആ കുറ്റം എന്റെ തലമണ്ടയ്ക്ക്. ഓഹോ, കാലമാടാൻ പോയല്ലോ. ഇനി പിറക്കിലെല്ലാം വന്ന് നിൽക്കുന്നുണ്ടോ? പറയാൻ പറ്റില്ലേ. ഭൂതത്തെ കണക്കല്ലേ വന്ന് നിൽക്കുന്നേ. ഇവിടത്തെ ജോലി കളയാന്ന് വെച്ചാ ഞാൻ വേറെ എവിടെ പോയി പണി ചെയ്യാനാ? പിന്നെ ഈ ശമ്പളം വേറെ എവിടെ കിട്ടത്തുമില്ല. അതൊക്കെ ഓർത്തോണ്ട് മാത്രം ഞാൻ ഇത് കടിച്ചു പിടിച്ച് ക്ഷമിക്കുന്നു. അങ്ങനെ ഇത് തീർന്നു. പണ്ട് തൊട്ടേ ഞാൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന ശീല നിനക്കില്ലല്ലോ. അതുകൊണ്ടാ ഇന്ന് നേരിട്ടുണ്ട് സംസാരിക്കാൻ ഞാൻ വിചാരിച്ചു. നിനക്കെന്താ ഈ മാഫിയ ഫീൽഡൊന്നും വിടാറായില്ലേ? എപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ ഇരിക്കാനാണോ വിചാരം? വയസ്സായി വരിക. ഇനിയും വരുന്ന ആലോചന ഒന്നും നിനക്ക് ഇഷ്ടമല്ലാന്നില്ല. ഞാൻ തന്നെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കും. എന്നിട്ട് നിന്റെ അടുത്ത് പറയാതെ നിന്റെ കെട്ടോ അങ്ങനെയാന്ന് ഉറപ്പിക്കും. അത് വേണോ അതോ നീയായിട്ടൊരു പെണ്ണിനെ കാണിച്ചു തരുന്നോ? അതൊക്കെ നിനക്ക് തീരുമാനിക്കാം. എന്തു പറയുന്നു? എന്റെ പൊന്നു അമ്മ, എനിക്ക് കല്യാണം വേണ്ടാത്തോണ്ടല്ല ഇപ്പോ. ഈ എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ എക്സ്ക്യൂസ് തന്നെയല്ലേ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എനിക്ക് കേൾക്കണ്ട. ഈ വർഷമെങ്കിലും ഞാൻ നിന്റെ കല്യാണം നടത്തിക്കും. അതിനിപ്പോ ആരായാലും ശരി തന്നെ. എക്സ്ക്യൂസ് മീ മാഡം, സോറി കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തതിന്. മാമിന് കോഫി വേണോ അതോ ടീ വേണോ? എനിക്ക് ടീ മതി മോളെ. ഓക്കെ മാം, ഒരു 5 മിനിറ്റ്സ് ഞാനിപ്പോ കൊണ്ടുതരാം. മതി ആ കൊച്ചിനെ നോക്കിയത്.
എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ചാട്ടം. അല്ല, നീ എന്തിനാ ആ കൊച്ചുകുട്ടിയെ ഇവിടെ ജോലിക്ക് നിർത്തിയേക്കുന്നേ? അതൊരു മെയ്ഡായിട്ട്. നിനക്കെന്താ ഇത്രയ്ക്ക് മനസാക്ഷിയില്ലേടാ? കണ്ടാലേ അറിയാം ആ കൊച്ചു പാവാന്ന്. നീ എന്തിനാ അതിനെ ഇവിടെ മെയ്ഡായിട്ട് തന്നെ ജോലിക്കെടുത്തേ? വേറെ എന്തോരം ജോലി കിടക്കുന്നു. അവള് കൊച്ചുകുട്ടിയൊന്നുമല്ല, അവൾക്ക് 22 വയസ്സുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജോലിക്കെടുത്തത്, അല്ലാതെ എനിക്ക് നിർബന്ധമായിട്ടൊന്നുമല്ല. പിന്നെ അവൾക്ക് ഈ ജോലി തന്നെ മതി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ അതിന് തടസ്സമായ നിന്നില്ല, ഞാൻ കൊടുത്തു, എത്ര തന്നെ. എന്ന് വെച്ച് വേറെ എന്തോരം ജോലി കിടക്കുന്നു, അതൊന്നും നിനക്ക് കൊടുക്കാൻ മേലെ? ദേ, മര്യാദയ്ക്ക് നാളെ തന്നെ ഈ കൊച്ചിനെ ഇവിടുന്ന് മെയ്ഡിന്റെ ജോലി മാറ്റി കൊടുത്തോളൂ. നീ നിന്റെ കമ്പനിയിലും എല്ലാം കൊണ്ട് നിർത്ത. അവൻ വീട്ടിലായിട്ട് ജോലി ചെയ്യിപ്പിക്കാം. ഇല്ലാല് ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ജോലി മാറ്റി കൊടുത്തോളാം. എന്നാ നിനക്ക് കൊള്ളാം. അതും ആ കൊച്ചുകുട്ടി. പിന്നെ എനിക്കൊരു കുട്ടിയെ ഇപ്പൊ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ നിന്റെ ചാട്ടം കൂടെ കണ്ടപ്പോൾ എനിക്കങ്ങ് ബോധിച്ചു. മാം, ഇതാ കോഫി. ഇനി വേറെന്തെങ്കിലും വേണോ? പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. എനിക്കിതൊക്കെ തന്നെ ധാരാളം മോളെ. അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പേഴ്സണലാ, എന്നാലും. ആ, ചോദിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല കുട്ടിയെ, നീ എന്തിനാ ഇങ്ങോട്ട് ജോലിക്ക് വന്നേ? അതും ഈ ചെറുപ്രായത്തില് മെയ്ഡായിട്ടൊക്കെ. നിനക്ക് വേറെ നല്ല ജോലി കിട്ടില്ലേ? പിന്നെന്താ, വേറെ നല്ല ജോലികളൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ പഠിപ്പിനനുസരിച്ചുള്ള ഒരു ജോലി എനിക്ക് കിട്ടാൻ തന്നില്ല. ഇതിനു മുന്നേ നിന്റെ അടുത്തുനിന്നൊക്കെ മോശം അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയൊന്നും ഈ ബോസിന്റെ അടുത്തുനിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാ പിന്നെ നിനക്ക് ഇവന്റെ കമ്പനിയിലോട്ട് ജോലി നോക്കിക്കൂടായിരുന്നോ? മെയ്ഡായിട്ടൊക്കെ എന്തിനാ ഈ ചെറുപ്രായത്തിൽ നിൽക്കണേ? ഇവനോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അവൻ ജോലിക്ക് എടുക്കുമായിരുന്നല്ലോ. അവൻ ഇടയ്ക്ക് വെച്ച് ജോലിക്കാരെയൊക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഒരു നല്ല എംപ്ലോയി ഇവന്റെ കമ്പനിക്കകത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ മാഡം, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എനിക്ക് ഈ ജോലി തന്നെ ധാരാളം. അതുമല്ല, എന്റെ പഠിപ്പിന് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം എനിക്ക് അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെ എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നല്ലൊരു ജോലിയാണ്. പിന്നെ എനിക്ക് ഈ കമ്പനിയിലെ കാര്യങ്ങളൊന്നും അറിയില്ല. അതൊന്നും സാരില്ല, ദേ ഇവൻ പഠിപ്പിച്ചോളാം. ഇല്ലേല് ഇവന്റെ കമ്പനിയില് മറ്റു സ്റ്റാഫ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരായാലും പഠിപ്പിച്ചെടുത്തോളൂ. എല്ലാം ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. മോള് വിഷമിക്കണ്ട, എത്രയും പെട്ടെന്നൊരു ഫാമിലി ഒക്കെ ആവാൻ ഞാൻ പ്രാർത്ഥിക്കാം. ജോലിയുടെ കാര്യമെല്ലാം ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. അധിക കാലമൊന്നും ഇവിടെ മെയ്ഡായിട്ടൊന്നും നിൽക്കണ്ടെന്ന്. അതൊക്കെ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളാവും. പിന്നെ അയ്യോ മാഡം, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഈ ജോലി തന്നെ മതി. ദേ, ഞാൻ പറഞ്ഞതാ, എനിക്കിങ്ങനെ കൊച്ചു കുട്ടികളൊന്നും ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്ന ഇഷ്ടമല്ല. പിന്നെ എന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഇതുപോലൊന്നും ചെയ്തൊന്നും വരില്ല. നല്ലൊരവസരം, അത് പാഴാക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? മനസ്സിലായി, പക്ഷെ എന്നാലും ഓരെന്നാലും ഇല്ല, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇനി അമ്മ പറഞ്ഞതിലൊരു മാറ്റമില്ല. ശരി ബോസ്, ഞാനെന്നാ പോട്ടെ, എനിക്ക് കിച്ചണിൽ കുറച്ച് വർക്കുണ്ട്. പൊക്കോ. നീ അതിനെ പേടിപ്പിച്ചിട്ടേക്കാണോടാ അവിടെ? എന്ത് പാവം കൊച്ചാടാ അത്. പാവം എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോഴവന്റെ മേടിന്റെ ഒരു ജോലി. ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോട്ടെ അവളെ. ഇനി ഇവിടെ നിർത്തിയ ശരിയാവില്ല. അതൊരു പാവം കുട്ടിയാടാ. അതിനെ നീ ഇങ്ങനെ വരട്ടി പേടിപ്പിച്ചിട്ടേക്കല്ലേ ഇവിടെ. എങ്ങനെ മനുഷ്യരോട് സംസാരിക്കുമ്പോ അവൻ ചാടി കീറിയല്ലേ സംസാരിക്കും. എന്ത് സ്വഭാവമാണോ എന്തോ അവന്റെ. മാഫിയാണെന്നും പറഞ്ഞ് ആൾക്കാരോട് സംസാരിക്കുന്നതിന് ഒരു ഇതൊന്നുമില്ലേ? ഇതിപ്പോ ഏത് സമയം ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അതിന്റെ ഒന്നും ഒരാവശ്യമല്ല. ഞാൻ ഇവിടെ അത്യാവശ്യം നല്ലതുപോലെയൊക്കെ തന്നെയാ പെരുമാറണേ. അതവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ. ഞാൻ അമ്മയ്ക്ക് പോവാൻ ക്യാബിൻ ബുക്ക് ചെയ്ത് തരട്ടെ? അത് ശരി, ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചു നേരമല്ലായുള്ളൂ. അതിനു മുന്നേ എന്നെ നിനക്ക് പറഞ്ഞു വിട്ടോളാം വയ്യേ. ഇത്രയ്ക്ക് തിരക്കായി പോയോ നിനക്ക്? തൽക്കാലം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാൻ പോവാം. അല്ല പിന്നെ ഇനി നാളെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. എനിക്കൊന്ന് കാണണമല്ലോ.
എന്റെ മോന്റെ ലീലാവിലാസങ്ങൾ. ആ കുട്ടീനെ ഇഷ്ടമാണ്, എന്നാ പിന്നെ അത് പ്രകടിപ്പിക്കത്തൂല. എന്ത് ചെറുക്കനാണോ എന്തോ ഇത്. എനിക്ക് ആരോട് ഇഷ്ടമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അത് നിന്റെ മുഖത്ത് കാണാനുണ്ട്. ഞാൻ നിന്നെ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ല. അതുമല്ല, ഞാൻ ഇവിടോട്ട് വന്നപ്പോ എനിക്കും സംതിങ് തോന്നിയിട്ടുണ്ട്. നിന്റെ പെരുമാറ്റത്തിൽ തന്നെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിന്റെ അമ്മയാ. അത് നീ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നുണ്ട്. നിന്റെ മുഖത്ത് ഏത് എക്സ്പ്രഷൻ വന്നാലും അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മോൻ വലുതായിട്ടൊന്നും എന്റെ ഇടയ്ക്ക് ഉറപ്പിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ. നല്ല അടി തരാനേ എനിക്കറിയാൻ മേലാത്തുണ്ടല്ല. ഹലോ, പറഞ്ഞു. വാട്ട്? ഇത്രയൊക്കെ നടന്നിട്ടും നീയൊക്കെ എവിടെയായിരുന്നടാ? കോൾ കിട്ടി, ഞാനിപ്പോ വരാം. എടാ, നീ ഇതെങ്ങോട്ട് പോവാ? ഫുഡ് കഴിച്ചിട്ട് പോയേ. വേണ്ടമ്മ, ഞാൻ വന്നിട്ട് കഴിക്കാം. ഈ ചെറുക്കനൊരു കാര്യം, സമയത്തിന് ഫുഡും കഴിക്കില്ല. ബോഡി ഗാർഡ്സ് ആൻഡ് സെക്യൂരിറ്റി കം വിത്ത് മീ. ഓക്കെ ബോസ്. എനിക്കറിയായിരുന്നു ഇപ്പൊ തന്നെ തിരിച്ചു വരുന്നു. അതെങ്ങനെ ഫോൺ എടുക്കാൻ മറന്നു വീട്ടിലേ പോയത്. കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങ് മറക്കാം ചേർക്കാൻ. അല്ല, ആരാ? മനസ്സിലായില്ല എനിക്ക്. അല്ല, ഇതാര്? ഇവിടെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമസ്കാരം. നിങ്ങളൊക്കെ ആരാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു ഉപകാരമായേനെ. ഞാൻ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. എടാ ദാസ, ആക്ച്വലി എനിക്ക് കൊല്ലണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ലായിരുന്നു. ഞാൻ ഒരാളെ തേടിയാ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ വല വിരിച്ചതുപോലെ എന്റെ മുമ്പിൽ ഒന്ന് ചാടിയില്ലേ. ഇനിയപ്പോ മരണം തന്നെയാ വിധി. എവിടെയാ അവള്? ഇനി അവളെ തിരക്കട്ടെ. നിന്റെ പുന്നാര മോനിപ്പോ വെച്ചേക്കുന്നൊരുത്തിയില്ലേ, അവളിപ്പോ ഇവിടെ സ്ഥിര താമസമല്ലേ. അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് പറ്റിയതാണെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങ് കൊണ്ടുപോകും. അഥവാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്നെ പോലെ തന്നെ വിധി. എന്ത് ചെയ്യാനാ? നിന്റെ മകനല്ലേ, അവനിക്ക് എന്നെ ഭയങ്കര വിശ്വാസാ. അതുകൊണ്ട് മാത്രം എനിക്കിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റണത്, നിന്നെ എന്റെ കൈ കൊണ്ട് എന്നെ കൊല്ലാൻ പറ്റണത്. ബുള്ളറ്റ് ഷോൾഡറിലേ ഇറങ്ങിയിട്ടുള്ളൂ. കുറച്ചു നേരമൊക്കെ ഇങ്ങനെ കിടന്നാ പെട്ടെന്ന് അങ്ങ് മരിക്കുന്നേ. അമ്മതിരി ബ്ലഡ് ഇപ്പൊ തന്നെ പോകുന്നുണ്ടല്ലോ. നീ ഇങ്ങനെ വേദന അറിഞ്ഞറിഞ്ഞ് മരിക്കണം, എന്നാലേ കാണാനൊരു രസമുള്ളൂ. ദാസ, ഇവിടെയുള്ള എല്ലാത്തിനെയും കൊന്നറിഞ്ഞേക്ക, അവളെ ഒഴിച്ച് ബാക്കി എല്ലാരും. അല്ല, ആരാ നിങ്ങളൊക്കെ? എടാ ദാസ, തേടിയ വള്ളി കാലി തന്നെ ചുറ്റി. ഇവളെ വണ്ടി കൊണ്ടിടാ. ഇവളെ തന്നെ അവള് കണ്ടല്ലാറിയാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ മാഡം? എല്ലാവരെ കൊന്നിട്ടുണ്ട്, ഒരാളെ പോലും ബാക്കി വെച്ചിട്ടില്ല. ഗുഡ്. ദേ, അവളെ പിടിച്ചോ, നമുക്ക് പോവാം. എന്നെ വിടട്ടോ.
ഒരു പെൺകുട്ടിയെ കൂടെ കാണാതായിട്ടുണ്ട്. ഈ മാസം തന്നെ 26 പേരെയാണ് കാണാതായിട്ടുള്ളത്. ഇതുവരെ കേസിന്റെ ഒരു കാര്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മറ്റൊരു കാര്യം, ഈ 26 പേരും സ്ത്രീകളാണ്. അത് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയാനകപ്പെടുത്തുന്ന ഒന്നാണ്. 22 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളെയാണ് കൂടുതലും കാണാതായിട്ടുള്ളത്. ഇതുവരെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും നിയമ സംഘടനകളോ മറ്റു പോലീസോ ഒന്നും അറിയിച്ചിട്ടില്ല. ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നതാണ്. നന്ദി, നമസ്കാരം. വരണേ, അവൻ നിന്റെ ഫാമിലിയെ തൊട്ടാ കളിച്ച. പിന്നെ ഡോക്ടർ നിന്റെ അമ്മയ്ക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ നിനക്കിത് ആരാ ചെയ്തതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അല്ല, നിന്റെ വീട്ടിലെ ഒരു മെയ്ഡിന് മിസ്സിംഗ് അല്ലേ? അവൻ എന്തിനായിരിക്കും അവിടെ കൊണ്ടുപോയത്? എന്തേലും അറിയാനായിരിക്കും? ഏയ്, എനിക്ക് തോന്നുന്നില്ല. അറിയാനായിരുന്നെങ്കിൽ ഏതൊരു പട്ടിക്കുഞ്ഞിൻ്റെ അടുത്ത് ചോദിച്ചാലും ഈ വരുൺ ആരാന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരിക്കലും എന്നെ പറ്റി അറിയാനായിരിക്കില്ല കൊണ്ടുപോയത്. അല്ലെങ്കിൽ പോലും അവൻ അല്ലാണ്ട് തന്നെ ആളെ കിഡ്നാപ്പ് ചെയ്യാം. ആക്രമണമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ പിന്നില് വേറെ എന്തോ നല്ല ചുറ്റിക്കള എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല കേട്ടോ. തിരിച്ചു കൊടുത്തേ പറ്റൂ. അവൻ അമ്മയെ തൊട്ടാ കളിച്ച. ഈ വരുണിന് അങ്ങനെ വെറുതെ വിടാൻ ഒരു ഉദ്ദേശമില്ല. അതിന് ഏത് നായിന്റെ മക്കളായാലും. ശ്രീലക്ഷ്മിയുടെ ആരാ ഉള്ളത് ഇവിടെ? ഞാനോ ഡോക്ടർ? നൗ ഷീസ് ഫൈൻ. പിന്നെ അധികം സ്റ്റെയിൻ എടുപ്പിക്കണ്ട. നല്ല ആഴത്തില മുറിവ്, ഓർഗൻസിലൊക്കെ കാര്യമായിട്ടുള്ള പരിക്കുണ്ട്. അപ്പോ അതിൻ്റെതായ കെയർ എന്തായാലും വേണം. പിന്നെ ഇത് കേസ് പരമായിട്ട് റൺ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇത് ഹോസ്പിറ്റലിന് നല്ല രീതിക്ക് ബാധിക്കുന്ന കാര്യമാണ്. അതുമല്ല, 2 ബോഡീസിലും ബുള്ളറ്റ്സ് തടച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് എന്തായാലും കേസ് പരമായിട്ടുള്ള ഒരു ചർച്ച അനിവാര്യമാണ്. അപ്പോൾ ഇതില് ഹോസ്പിറ്റലിൽ തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു. എന്തായാലും ഇത് വെളിയിൽ അറിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ചീത്തപ്പേരാകും. അതുകൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ എന്നോട് പറയത്തുള്ളൂ. കേസാക്കേണ്ട ആവശ്യം ഇവിടെയില്ല സാർ. നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഇതൊക്കെ വെളിയിൽ അറിഞ്ഞ ഈ ഹോസ്പിറ്റലിൽ നല്ലൊരു നാണക്കേടാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ലീഗലി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. ഇതില് നിങ്ങൾ കൂടുതൽ ഇടപെട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കരുത്. കേസ് രൂപേണ പോകുമ്പോൾ നിങ്ങളെ അറിയിക്കേണ്ടത് നമ്മുടെ വലിയൊരു കടമയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിപ്പോ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമുക്ക് വേറൊരു പരാതി ഉണ്ടാവില്ല. സോ ദാറ്റ്സ് വൈ ഈ റിക്വസ്റ്റ് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് ഇതിന്റെ നടപടികൾ എടുക്കണം. നമ്മൾക്കിത് കേസുപരമായിട്ട് കൊണ്ടുപോകാൻ ഒരു താല്പര്യമില്ലാന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഞാൻ മാനേജറിനെ കണ്ടൊന്ന് വിശദമായിട്ട് സംസാരിച്ചോളാം. എനിക്കൊന്ന് മാനേജറിന്റെ റൂം കാണിച്ചോ. ഞാൻ പോയി സംസാരിച്ചോളാം. എടാ, നീ അവളെ പോയി ഒന്ന് കാണും. ഞാൻ അങ്ങനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എല്ലാം വിശദമായിട്ടൊന്ന് ചോദിക്കട്ടോ. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഓക്കെ? മാഡത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? മാഡം ഓക്കെ അല്ലേ? ഇപ്പോ ബാക്കി മെയ്ഡ്സിനൊക്കെ എങ്ങനെയുണ്ട്? ബോസ് മാഡത്തിനെ കയറി കണ്ടായിരുന്നോ? ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഐസിന്ന് ഇതുവരെ മാറ്റിയിട്ടില്ല റൂമിലേക്ക്. മാറ്റുമ്പോ കയറി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ബാക്കി മെഡിസിന് കുഴപ്പമൊന്നുമില്ല. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു വേദനയുണ്ട്, അത്രേ ഉള്ളൂ. സോറി. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് ബോസിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്ക് അല്ലല്ലോ. നിനക്ക് ആ വന്നവരില് ആരെങ്കിലും ഒക്കെ അറിയോ?
അവരുടെ ഫേസ് ഒക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവര് വേറെ എന്തെങ്കിലും പറയാൻ പറ്റും ചെയ്തോ? ആ, മാഡത്തിനോട് എന്തൊക്കെയോ പറയുന്ന കേട്ടു ഞാൻ. എന്തോ ബോസിന്റെ സെറ്റപ്പ് എന്നോ കാമുകിന്നോ അങ്ങനെ എന്തൊക്കെയോ. സാറിനോട് ഇത് തന്നെ പറഞ്ഞ. എനിക്ക് അവരുടെ സംസാരം കേട്ടപ്പോ സാറ ബോസിന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് തോന്നി. അതുപോലുള്ള സംസാരം അവര് സംസാരിച്ചത്. ഓ, അപ്പോ ഉന്നയിട്ടത് ഇവിടെയും കൊളുത്തിയത് അവിടെ. അവളുടെ മുടിക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം ഷൂട്ടൊക്കെ ചെയ്ത. മാഡത്തിന് എപ്പോഴാണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആളെ പിടികിട്ടി. നീ റെസ്റ്റ് എടുത്തോ. ഞാൻ ഗാർഡ്സിനൊക്കെ നിർത്തിയിട്ടുണ്ടോ, അവരോട് പറഞ്ഞാൽ മതി, അവർ കേൾക്കും. ഇനി ശരിക്കും ഒരു കപ്പിൾസ് തന്നെയാണോ? ആയിരിക്കും. അതുകൊണ്ടല്ല സാറേ അവർ പിടിച്ചിട്ടുണ്ടോ? ഓ എന്റെ കൃഷ്ണ, ഞാൻ വെറും ഒരു മെയ്ഡാ. എന്നിട്ട് ആഗ്രഹിക്കുന്നെല്ലാം കൊമ്പത്തും. വെറുതെ അനാവശ്യ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ കുത്തിക്കേട്ടില്ല കൃഷ്ണ നീ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ആ വീട്ടിലെ വെറും ഒരു മെയ്ഡ് മാത്രം. അതിനുള്ള സ്ഥലവും ഞാൻ അറിയിക്കുന്നുള്ളൂ. അതേ കൂടുതൽ എന്തെനിക്ക് വേണ്ട. എനിക്കറിയാം അതൊക്കെ പാഴ്മോഹങ്ങളാണെന്ന്. ഇടയ്ക്കൊക്കെ ഒരു ചാഞ്ചാട്ടം സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കൺട്രോൾ ചെയ്യേണ്ട നീയാ കൃഷ്ണ. അങ്ങനെ വഴിക്ക് പാടാൻ മോനെ. നിന്നെ ഏതാനും ദിവസങ്ങൾക്കൊക്കെ എന്റെ കാൽച്ചുവട്ടില് നീ ഉണ്ടാവും. അത് ഈ വരുണിന്റെ വാക്കാ. നീ നോക്കിക്കോ, നീ എടുത്ത ഓരോ ജീവനും വില എണ്ണി എണ്ണി നീ പറയും. പിന്നെ വരുണിന്റെ ഫാമിലി തൊട്ടല്ലേ കളിച്ച. അപ്പൊ കുറച്ച് വട്ടം ചുറ്റിച്ചിട്ട് നിന്നെ ഞാൻ കൊല്ലത്തുള്ളൂ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ മോനെ. നീ ഉറക്കെ എന്റെ കാൽ ചുവട്ടി കിടന്ന് നീ വിളിക്കണം. എനിക്കത് കേൾക്കണം. എന്നിട്ട് മാത്രമേ ഈ വരുണിനെ ഇനി ഉറക്കുള്ളൂ. അപ്പോ നിന്റെ ഉറക്കം കെടുത്താൻ നീ റെഡി ആയിട്ടിരുന്നു. ഏതാനും ദിവസങ്ങൾക്കകം പിന്നെ ഉറങ്ങാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് നീ ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. എന്തായി, ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? പിന്നെ ഞാൻ CCTV കുറച്ച് ഫുട്ടേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. തൽക്കാലം അത് തന്നെ ധാരാളം. പിന്നെ കുറെ ക്യാമറാസ് അടിച്ചു പോയ നിലയില. അത് അവൻ ചെയ്തത് തന്നെ ആയിരിക്കാം. എനിക്ക് 2-3 ക്യാമറയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഹാക്ക് ചെയ്ത മട്ട. കിട്ടിയതൊക്കെ നല്ല ഉപകാരമുള്ളത് തന്നെയാ. തൽക്കാലം ഇതൊക്കെ തന്നെ ധാരാളം. പിന്നെ വെച്ച് താമസിപ്പിക്കാണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് നടത്താം. സമയം പോകുന്നവരും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതിന് ജീവനുണ്ടോ അനക്കം ഉണ്ടോ എന്നൊക്കെ തിരക്കേണ്ടിയിരിക്കുന്നു. കൊണ്ടുപോയ സ്ഥിതിക്ക് അവൻ വെറുതെ വെച്ചേക്കില്ല അതിന്. പിന്നെ മിസ്സിംഗ് കേസില് എത്ര പെൺകുട്ടികളെ കാണാതായില്ലായിരുന്നോ? അതെല്ലാം അവന്റെ ചുവട്ടിൽ തന്നെ കാണും, അതെനിക്കുറപ്പാ. അതുകൊണ്ടായിരിക്കുമല്ലോ ഇവളെയും അവൻ തട്ടിക്കൊണ്ടുപോയത്. വലിയ താമസമൊന്നും ഉണ്ടാവില്ല. അവനിക്കുള്ള കുഴി അവൻ സ്വയമേ തന്നെ കുഴിച്ചു വെച്ചേക്കുവല്ല. ഇനി അവൻ സ്വയമേ അതിൽ തന്നെ എടുത്ത് ചാടും. ഓ സോറി, ചാടുമെന്നല്ല, ചാടി കഴിഞ്ഞിരിക്കുന്നു. പാവം, എന്തോ വലിയ കാര്യം ചെയ്തിട്ടിരിക്കുന്ന വട്ടായിപ്പോ. അവനിക്കറിയില്ലല്ലോ ഇവിടെ നടക്കുന്ന ഒന്നും. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എന്നെ വെറുതെ വിട്. എന്റെ പേര് സറാന്ന, അല്ലാതെ ശ്രീലക്ഷ്മി എന്നൊന്നും അല്ല. നിങ്ങൾക്ക് ആളെ മാറിയതാ. ഇപ്പൊ തന്നെ നിങ്ങളെന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. എന്നെ വെറുതെ വിട്ടോ. മോളുടെ പുതിയ അടവാണല്ലോ ഇത്.
ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ കയ്യിൽ പെട്ടൂന്നങ്ങ് അറിഞ്ഞപ്പോ പിന്നെ പുതിയ പുതിയ കള്ളത്തരങ്ങളെ കൊണ്ടുവരിക. നമ്മളെന്താ അത്രയ്ക്കും പൊട്ടന്മാരാണോ? നീ ആരാത് നല്ല പോലെ അറിഞ്ഞിട്ട് തന്നെയാ നിന്നെന്താ ഇവിടെ കൊണ്ടുവരുത്തിക്കുന്നത്. പിന്നെ നിന്നെ പോലെ ഒരുപാട് പെണ്ണുങ്ങള് ഇവിടെ ഉണ്ട്. പിന്നെ കപ്പലില് കുറച്ചു പേരെ കയറ്റി അയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തില് നിന്നെ അയക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുതലാളിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. നിന്നെ അങ്ങേർക്ക് വേണം. അപ്പൊ പിന്നെ എങ്ങനെ? അതും ആ വരുണിന്റെ പെണ്ണായതുകൊണ്ട് മുതലാളിക്ക് പ്രത്യേകം നിന്നെ വേണം. ഞാൻ വരുണിന്റെ പെണ്ണല്ല. ഞാൻ ആ ബോസിന്റെ ഗേൾഫ്രണ്ടും അല്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ല. ഒന്ന് തിരക്കിട്ട് ഇറങ്ങിക്കൂടെ ഇതിനല്ല? നിങ്ങൾക്കാർക്ക് ബോധമല്ലേ ഉള്ളത്? ഓരോ പെൺകുട്ടിയുടെ കടയിൽ നിന്ന് വരുന്ന കണ്ണീരൊക്കെ ശാപമായിട്ട് കിടക്കത്തേ ഉള്ളൂ നിങ്ങളുടെ തലയിൽ. ഇത്രയും ക്രൂരത കാണിക്കാൻ വേണ്ടി ഞങ്ങളെ പോലുള്ള പാവം പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടുള്ളല്ലേ? ഇതിനെല്ലാം ദൈവം നിങ്ങളോട് എണ്ണി ചോദിക്കും. കുറിച്ചിട്ടോ? ആ സാരല്ല, ശാപമല്ലേ, അതൊക്കെ അങ്ങ് പോട്ടെ. ഈ ശാപമൊന്നും കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നിങ്ങളുടെ കണ്ണുനീര് വേസ്റ്റ് ആക്കുന്നു വെറുതെ. അത് കാണാനും ഒരു രസമൊക്കെ ഉണ്ട്. നിന്നെ പോലുള്ള പെൺകുട്ടികൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിലുള്ളത്. അതിപ്പോ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ബോട്ടിൽ പൊക്കോണ്ടിരിക്കാം. നിന്നെ മാത്രം ഇങ്ങനെ എത്തിക്കോ. അതിലും മുതലാളിക്ക് എന്തൊക്കെയോ നേടാനുണ്ട്. അതൊക്കെ പോട്ടെ. എനിക്കറിയാം ശ്രീലക്ഷ്മിക്ക് നമ്മളെ ആരെയും അങ്ങോട്ട് വശമായില്ലാന്ന്. എന്തിനാ നിന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്ന് നിനക്കറിയില്ല. മുതലാളി വഴിയെ പറഞ്ഞു തരും. അതൊക്കെ പറഞ്ഞു തരാനായിട്ടുള്ള സമയം ഒരുപാടുണ്ടല്ലോ. അപ്പോ വിശദമായിട്ട് തന്നെ നോക്ക് പറഞ്ഞു തരും. ആദ്യത്തെ കാലമൊന്നും നീ ഒന്നും ജീവനോടെ ഉണ്ടാവില്ല. കുറച്ചിട്ടോ ഇതൊക്കെ. നിനക്കൊക്കെ ഇനിയും ചുരുക്കം ആയുസ് മാത്രമേ ഉള്ളൂ. വരുൺ ബോസിന്റെ കൺമുന്നിൽ പോലും നീയൊന്നും എഴാതിരിക്കുന്നതാ നിന്റെ ഒക്കെ നല്ലത്. അല്ലെങ്കിൽ ആയുസിന്റെ എണ്ണം കുറയും. പെട്ടെന്ന് തന്നെ പരലോകത്തേക്ക് എടുക്കേണ്ടി വരും. പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നു. പിന്നെ ചെയ്തു കൂട്ടിയതിനുള്ളതല്ല അദ്ദേഹം കണക്ക് ചോദിക്കും. അന്ന് നിന്റെ ഒക്കെ അന്ത്യമായിരിക്കും. ഹേയ് ഡോൺ വറി, ഞാൻ ഈ ഷിപ്പിൽ തന്നെ ഉണ്ട്. എനിക്ക് അപ്പോഴും അറിയായിരുന്നു ഇവന്മാരിപ്പോൾ ഷിപ്പ് എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും നേരത്തെ കയറി. ഷിപ്പ് ചെന്നൈയിലേക്കാ പോകുന്ന. നീ അവിടെ വാ. എത്താറാകുമ്പോൾ ഞാൻ ആക്ഷൻ എടുത്തോളാം. അതുവരെ ഇതിൻ്റെ അകത്ത് നടക്കുന്നതെല്ലാം നിന്നെ ഇൻഫോം ചെയ്യാം. എന്തായാലും നീ സൂക്ഷിച്ച് നിൽക്കുക. ഞാൻ അവിടെ കാണും. പിന്നെ നീ ഒറ്റയ്ക്ക് അവരുടെ മുന്നിലൊന്നും ചെന്ന് പെടാൻ നിൽക്കണ്ട. ഒന്നുകൂടെ ബോഡി ഗാർഡ്സ് പോലും കൂടെയില്ല. അവർ കുറേ പേരെന്തായാലും കാണും. അടുത്തൊക്കെ എത്താറാവുമ്പോൾ തുടങ്ങിയാൽ മതി. യു ഗോട്ട് ഇറ്റ്? പിന്നെ കൊണ്ടുപോകുന്ന ഗേൾസിനൊക്കെ സേഫ് ആണോന്ന് നീ ഒന്ന് ചെക്ക് ചെയ്യണം. പറഞ്ഞതൊക്കെ ഓർമ്മയിൽ വെച്ചോ. ഞാൻ കോൾ കട്ട് ചെയ്യാം. കെവിൻ സാർ, സാറെന്താ ഇവിടെ? ഞാനിവിടെ ഉള്ള കാര്യം തൽക്കാലം ആരും അറിയണ്ട. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. ഡോൺ വറി, വി വിൽ ഹെൽപ്പ് യു. ചെന്നൈ എത്തുന്നവരെ ഞാനിതിലുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. അത് പിന്നെ അവസാനം ഈ ഷിപ്പിലുള്ള എല്ലാവർക്കും ആപത്തായി തീർന്നേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്.
താങ്ക് യു സോ മച്ച് സാർ. ഞാനാരും വരില്ലെന്നാ കരുതി. എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികൾ ഈ ഷിപ്പിലുണ്ട്. അവരെല്ലാവരും രക്ഷിക്കണം. എനിക്കറിയാം അവരെ കൂടെ രക്ഷിക്കാൻ തന്നെ ഈ തീരുമാനം എടുത്ത. ഞാൻ തന്നെ അധിക നേരം ഇവിടെ നിൽക്കുന്നില്ല. നിന്നാ അത് ചിലപ്പോൾ നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. എന്നാലും താൻ സേഫായിട്ടിരിക്കും. എടാ, എനിക്കെന്തോ പന്തികേട് പോലെ തോന്നുന്നു. ഷിപ്പിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ആരുടെ അനക്കമൊന്നുമില്ല. ഏയ്, അതൊന്നും കാണില്ല എൻ്റെ സാറേ. അത് ഷിപ്പൊന്ന് കരക്കടിയാൻ നേരം എല്ലാ പെമ്പിള്ളാരൊന്ന് പേടിക്കുന്നതായിരിക്കും. അതുകൊണ്ടാ ഒരുത്തികളും തുറക്കത്തെ. അല്ലാണ്ട് ഈ ഷിപ്പില് അതും ഈ നടുക്കടലില് എന്തുണ്ടാവാനാ സാറേ? നീ പറഞ്ഞത് ശരി തന്നെയാ. നടുക്കടലിലൊക്കെ വെച്ച് എന്തുണ്ടാവാനാ? അത് പറയാൻ പറ്റില്ല. ഇപ്പോ തീരത്തടിയാറായേ. ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ നേരം ഇതിൻ്റെ അകത്തൊരു ഒച്ചപ്പാടും ബഹളമായിരുന്നു. ഇപ്പൊ ഒരു അനക്കവും ഇല്ലാന്ന്. അതോടെ ആയപ്പോൾ ഞാനങ്ങ് പേടിച്ചു. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞേ. അല്ലാതെ എനിക്ക് ഭയം ഉണ്ടായിട്ടൊന്നുമല്ല. അതെനിക്ക് നേരത്തെ തോന്നി സാറേ. സാറിന് ഭയമൊന്നും ഇല്ലാന്ന്. പിന്നെ സാറ് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്ഥലമല്ലേ. പിന്നെ ഇവിടെ ചെന്നിറങ്ങുമ്പോൾ നമ്മുടെ ആൾക്കാരും. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? അല്ല, നമ്മൾ ആരെയാ പേടിക്കണ്ടേ? നമുക്ക് ചുറ്റും ശത്രുക്കളാണ്, ശരിയാ. പക്ഷേ ശത്രുക്കളേക്കാൾ മിത്രങ്ങളല്ലേ കൂടുതൽ. പിന്നെ നമ്മൾ എന്തിനാ ഭയക്കുന്നത്? സാറിന്റെ കൂടെ ഞാനുണ്ട്. അപ്പൊ പിന്നെ സാർ ധൈര്യമായിട്ടിരിക്കാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സോൾവ് ചെയ്യും. നീ കൂടെ ഉള്ളതാ എന്റെ ഏക ആശ്വാസം. എല്ലാത്തിനും നീ സപ്പോർട്ട് ചെയ്യുന്നേ. അതിന് നിനക്ക് ഞാനൊരു കൈ തരാം. പിന്നെ നിന്നെ ഇതുവരെ ചതിച്ചിട്ടുമില്ല, ഇനി ചതിക്കത്തില്ല എന്നും എനിക്കറിയാം. നിന്റെ മച്ചമ്പിയായി പോയില്ലേ, അതൊക്കെ പോട്ടെ. ഇതുവരെ ഷിപ്പ് കരക്കടിയാറായില്ലേ? കുറെ നേരമായല്ലോ തീരം കാണുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. സാറ് പോയടത്തൊന്നും എന്താ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ? ഇനി എവിടെയെങ്കിലും വീണോ? ചെന്ന് നോക്കിയേക്കാം. ചെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ അദ്ദേഹം വീണതിന്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. അത് മതിയോ? അതാകുമ്പോ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പോ. നീ നിനക്കെന്താ ഈ ഷിപ്പിലെ കാര്യം? അതെ, പോകാൻ നോക്ക്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ. വെറുതെ പോകാൻ തൽക്കാലം എനിക്ക് ഒരു ഉദ്ദേശമില്ല. ഞാൻ തരുന്നു സാറിന്, സാർ അത് വാങ്ങുന്നു. പിന്നെ സാറിന് പരലോകത്തേക്ക് അയക്കുന്നു. അത്രേ ഉള്ളൂ. പ്രധാന വാർത്തകൾ. മിസ്സിംഗ് ആയ 26 പെൺകുട്ടികളെയും തിരിച്ചു കണ്ടുകിട്ടിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കണ്ടുകിട്ടിയത്. കൂടുതൽ വിശദാംശങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. മോളെ ലച്ചു, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. വരുണിന് നിന്നെ ഭയങ്കര ഇഷ്ടമാ. നിന്നോടത് പറയാനൊരു മടി. അതുകൊണ്ടാ അവ ഇങ്ങനെ പറയാൻ നടക്കണേ. കഴിഞ്ഞതല്ല കഴിഞ്ഞു. ഇനി അവൻ കാരണം മോക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ അമ്മ പ്രോമിസ് തരാം. അതോർത്ത് മോൾ അവനോട് നോ പറയരുത്. അത് അമ്മയ്ക്കൂടെ വിഷമം. മോൾക്കും അവനെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും നിങ്ങൾ രണ്ടാളും നല്ല മെച്ച. അത് മാഡം, എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ല. എന്നാലും ഞാനൊരു മെയ്ഡാ, വെറും ഒരു വീട്ടു ജോലിക്കാരി. എനിക്കങ്ങനെ പറയത്തക്ക ഒരു
പാരൻസോ അങ്ങനെ ആരുമില്ല. മുത്തശ്ശി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. എന്നെ പോലൊരു പെൺകുട്ടി, അതും ബോസിന്റെ ലൈഫിൽ, എനിക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മകനിക്ക് വേണ്ടി നിന്നെ ചോദിക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ട് സഹതാപത്തിന്റെ പുറത്താണെന്ന് മാത്രം മോള് ചിന്തിക്കരുത്. കാരണം അവനിക്ക് നിന്നെ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. അതുകൊണ്ടാ നിന്നെ ഇവിടെ ജോലിക്ക് വരെ എടുത്ത്. അതെനിക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴേ മനസ്സിലാവുന്ന കാര്യമാണ്. അവനോട് ഇതിനെ പറ്റി പറഞ്ഞ അവൻ എന്തേലും പറഞ്ഞു ഒഴിവാറ്. പിന്നെ അവൻ എൻ്റെ മകനല്ലേ, എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ കണ്ടുപിടിക്കില്ലേ. അതുകൊണ്ടാ അമ്മയായിട്ട് ഞാൻ തന്നെ നിന്നോട് ഒന്ന് സംസാരിക്കുന്നത്. പിന്നെ ഈ മാഡം വിളിയൊന്നും വേണ്ട കേട്ടോ. ഞാനും നിന്റെ അമ്മ തന്നെയാ. ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് ഈ മാഡം എന്നുള്ള വിളി മാറ്റണം. അതിനിപ്പോ സാഹചര്യമായില്ലേ. പിന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ മുറിവുകളൊക്കെ. ഞാൻ ഇനി എത്ര കാലമെന്ന് വെച്ചിട്ടാ. എനിക്കും ഒരു മുത്തശ്ശിയാകാൻ ആഗ്രഹമില്ലേ. എന്റെ മരുമകളായിട്ട് മോള് കൂടെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ദേ, ഈ അമ്മയ്ക്ക് സമ്മത, 100% സമ്മത. മോളൊന്ന് ഓക്കെ മാത്രം പറഞ്ഞാൽ മതി, ബാക്കി ഈ അമ്മ നോക്കിക്കോളാം. എനിക്ക് സമ്മതമാണ്. ഹോ, ഇപ്പോഴേലും ഒന്ന് പറഞ്ഞല്ലോ. ഇത് കേൾക്കാനാ ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നു. ബോസോ? അല്ല, ബോസ് ഇങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ? ഇതെല്ലാം കേൾക്കാനാണല്ലോ ഞാൻ അമ്മനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചേ. പിന്നെ കേൾക്കാണ്ടിരിക്കോ? എല്ലാം എൻ്റെ ഒരു മാസ്റ്റർ പ്ലാനാ. അപ്പോ ഇനി തൊട്ട് നീ മെയ്ഡല്ല, ഈ വരുണിന്റെ വൈഫാ.